പേടിച്ചു, ശരിക്കും പേടിച്ചു. ഈ രാത്രി ആരും അറിയാതെ പുറകെ വന്ന് പേടിപ്പിച്ച ആരായാലും പേടിക്കൂലേ? സ്നേഹം മാത്രമല്ല, ഞാൻ നന്നായിട്ട് പേടിച്ചു. ആന്റി ഇവിടെയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ പേടിപ്പിക്കില്ലായിരുന്നു എന്നാണോ, അതോ ആരും ഇല്ലാത്ത തക്കം നോക്കി പേടിപ്പിക്കാൻ ഇറങ്ങില്ലെന്നാണോ? താനിപ്പോ എന്താ എന്നെ വിളിച്ചത്? ആന്റിന്നോ? തനിക്ക് എത്ര വയസ്സായിടോ? അധികം പ്രായമൊന്നും ആയിട്ടില്ല. ആ എന്നാലേ എനിക്കും ആയിട്ടില്ല. തന്റെ മുഖം കണ്ടാലറിയാം നല്ല പ്രായമുണ്ടെന്ന്. അതുകൊണ്ട് ആന്റി എന്നുള്ള വിളിയൊന്നും വേണ്ട. എന്തായാലും ആന്റി എന്നൊക്കെ വിളിച്ചോണ്ട് ചോദിക്കുവാ, മരുമോൻ എന്താ അടുക്കളയിലെ കാര്യം? ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാനായിട്ട്. ആ ഇങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിലെ വെള്ളം തികയൊന്നും തോന്നുന്നില്ല. ഒരുപാട് വെള്ളം കുടിക്കും. താനോ? ഒരു വീട്ടിൽ എവിടെയൊക്കെയാണോ താൻ പോവാൻ പാടില്ലാത്തത് അവിടെയൊക്കെ തന്നെ കാണുമല്ലോ. അടുക്കള വരെ എത്തിയോ തന്റെ വിസിറ്റ്? അത് ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ. വെള്ളം വേണമെങ്കിൽ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞാ മതി, മുറി കൊണ്ടുവന്ന് തന്നോളൂ. അപ്പൊ പിന്നെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പേടിപ്പിക്കാനോ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ധനുഷേ. ഓ ചേച്ചി. നീ വലിയ ബുദ്ധിമാനും ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരുമാണെന്ന് തോന്നല് നിനക്കുണ്ടോ? ഏയ് ഇല്ല ചേച്ചി. എങ്കിൽ നീ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. അപ്പൊ വെള്ളം കുടിക്കുന്നില്ലേ? അത് ഞാൻ മറന്നുപോയി. ഇനി അടുക്കള വശത്തേക്ക് ഇയാളെ കണ്ടുപോരുത്. എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി. ശരി. ഒന്നേ പുറകെ കൂടി വന്നുപോയ ശീലമുള്ളോ? ഇതുവഴി പോയാ ഇതുവഴി പോ. ഇവനെ ഒതുക്കാനേ നമ്മൾ കുറച്ച് കൂടുതൽ പണിയെടുക്കേണ്ടി വരും അർച്ചന. താനെന്താ ഇങ്ങനെ കണ്ണാടി തന്നെ നോക്കി നിൽക്കുന്നേ? വെറുതെ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് അറിയാൻ നോക്കി നിന്നത്. തനിക്കൊരു മാറ്റവും ഇല്ലാതെ ഇതുപോലെ തന്നെ ഇരിക്കുന്നേ നല്ലത്. ഞാൻ മാറാതിരുന്നിട്ട് എന്താ സച്ചേട്ട കാര്യം? ചുറ്റുമുള്ള എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. താനങ്ങനെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ദേഷ്യപ്പെട്ടതും തന്നോട് കൂടുതൽ അടുക്കാത്തതും തനിക്ക് നല്ല വിഷമമുണ്ടാക്കിയല്ലേ? എനിക്ക് തന്നോട് എന്തും തുറന്നു പറയാനാണ് എൻ്റെ വിശ്വാസം.
ചിലതൊക്കെ തന്നിൽ നിന്നും ഞാൻ മറച്ചു പിടിക്കുന്നുണ്ട്. അത് എൻ്റെ സ്വകാര്യതയിലുള്ളതാണ്. അതേ സ്വകാര്യത എനിക്കും ഉണ്ടല്ലോ സച്ചേട്ടാ. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. ആതിരെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവള് ഇവിടെ നിൽക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ തൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്കും അനുവേട്ടനും എല്ലാം ആതിരയെ അവിടെ കൊണ്ട് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെന്നാ എനിക്ക് മനസ്സിലായത്. അതൊരു ചടങ്ങുകൂടിയാണെന്ന് അവർ പറയുന്നേ. ആതിരയ്ക്കുൾപ്പെടെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ടെന്തിനാ എതിര് നിൽക്കുന്നേ? ചടങ്ങുകളെല്ലാം അതിൻ്റെതായ വഴിക്ക് തന്നെ പോകുന്നതല്ലേ നല്ലത്. സച്ചേട്ടൻ പറയുന്നതിനപ്പുറം മറുത്തൊരഭിപ്രായം ഞാൻ പറയില്ലല്ലോ. എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല. എനിക്കറിയാം സച്ചേട്ടന് പല പല ടെൻഷൻ ഉണ്ടെന്ന്. അതിനിടയ്ക്ക് ഞാനും കൂടി ചില നേരത്ത് എന്തൊക്കെയോ ടെൻഷനൊക്കെ തരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാതെ ഇനി ഞാൻ നോക്കിക്കോളാം സച്ചേട്ടാ. ഇരിക്കും. ഏയ്, അങ്ങനൊന്നുമില്ല. എല്ലാത്തിനും ഓരോ മൂടല്ലേ. തനിക്ക് ഒരിടത്തും തെറ്റുപറ്റിയിട്ടില്ല. താനാണ് ശരിയെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇനി ഒട്ടും സമയം കളയാനില്ലല്ലോ. അപ്പോ നല്ലൊരു താലി ഞാനിങ്ങ് വാങ്ങിച്ചിട്ടുണ്ടേ. ഇനി അധികം ദിവസം ഇല്ല കല്യാണത്തിന്. ആ, അതൊക്കെ നല്ലൊരു ജോത്സ്യനെ കണ്ടൊക്കെ നോക്കാതെ എങ്ങനെയാ ചെയ്യാ? അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. എല്ലാം ഈ അനിയൻ ചെയ്തു. ഞാൻ ഇന്ന് താലി വാങ്ങുന്നതിന് മുമ്പ് നല്ലൊരു ജോത്സ്യനെ കണ്ട് കല്യാണത്തിനുള്ള മുഹൂർത്തം കുറിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ ചെയ്യാ? ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ചില ഒരുക്കങ്ങളൊക്കെ വേണ്ടേ? ഒരുപാട് വലിയ രീതിയിലൊന്നല്ലല്ലോ ചേച്ചി നമ്മളിത് നടത്തുന്നത്. പോരായ്മകളൊന്നും കുഴപ്പമില്ല. കോടതി കൂടുന്നതിന് മുമ്പ് കല്യാണം നടത്തണമല്ലോ. ആർഭാടം എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് വളരെ ലളിതമായി അങ്ങോട്ട് നടത്താം. ചേച്ചി ഇപ്പൊ മനസ്സിൽ കരുതുന്നത് എന്താന്ന് എനിക്കറിയാം. സാമ്പത്തികമായി എന്നെ സഹായിക്കണമെന്നല്ലേ? അതിനൊക്കെ സമയം ധാരാളം ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ കല്യാണം കൂടെ നടത്താം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം. എന്താ പോലെ? ഇതിപ്പോ ഇങ്ങനെ അടുത്തായി പോയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാ ചെയ്യാ. നീ വേറൊരു തീയതി നോക്ക, അല്ലെങ്കിൽ ഞാൻ ജോത്സ്യനെ നോക്കാം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാകും ചേച്ചി. നമുക്ക് ഈ തീയതി മതി ചേച്ചി. എന്റെ അനക്കയുടെ വിവാഹം, അതിന്റെ ത്രില്ല ഞാൻ. ആ ദിവസം തന്നെ കല്യാണം നടക്കും. നമ്മൾ നടത്തും. കുറച്ച് ജോലി കൂടി തീർക്കാനുണ്ട് ചേച്ചി. ഞാൻ പിന്നെ വിളിക്കാവേ.
ദേ നല്ലോണം പരിശോധിച്ചേക്കണം. എന്റെ ആരോഗ്യസ്ഥിതി ദിനം പ്രതി മെച്ചപ്പെട്ടാലേ എന്റെ ഉദ്ദേശങ്ങളൊക്കെ നടക്കൂ. നിന്റെ ഉദ്ദേശങ്ങളൊക്കെ നടക്കാൻ വലിയ പാടാവന്തികെ. കാരണം നിനക്ക് പ്രായം കൂടി കൂടി വരിക. അതുപോലെ തന്നെയാ നിന്റെ ഉദ്ദേശങ്ങൾക്ക്. നിന്റെ ശരീരം ക്ഷയിക്കുന്നതിനേക്കാൾ വേഗത്തിലാ നിന്റെ പകയും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവന്തികയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ടാബ്ലറ്റ് ഒന്നും കഴിക്കണമെന്നില്ല. ആ ഇന്ന് പറഞ്ഞ അതിനർത്ഥം എനിക്കും നന്ദേട്ടനും ഇനിയൊരു കുഞ്ഞിന് സാധ്യതയുണ്ടെന്നല്ലേ സന്ധ്യേ? അതെ. ഞങ്ങൾക്കിപ്പോഴൊന്നും ഒരു കുഞ്ഞു വേണ്ടെന്നാ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ചാലും ഇവക്കതിനെ മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ആതിരയും അർച്ചനയൊക്കെ പ്രസവിക്കട്ടെ. അതുകൊണ്ട് ഇവള് പഠിക്കട്ടെ. എന്നിട്ടാവാം ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നത്. നാളെയോ മറ്റന്നാളോ ആതിരയെ ചെക്കപ്പിന് കൊണ്ടുവരാൻ സന്ദീപിനോട് പറയണം. ശരി ഡോക്ടർ. ഡോക്ടർ, നന്ദേട്ടന് ഡോക്ടറോടൊന്ന് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അവന്തികയുടെ ആരോഗ്യത്തെപ്പറ്റി അറിയാനാണെങ്കിൽ ഞാനിപ്പോൾ അകത്ത് പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. ആതിരയെ പറ്റിയാണെങ്കിൽ 2 മാസം കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്താൽ മതി. അതായത് സന്ധ്യ, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇറങ്ങട്ടെ അർച്ചന? അല്ല ഡോക്ടർ, സച്ചിന് ഈയിടെയായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അതെന്താന്ന് എനിക്കറിയേയില്ല. മനസ്സിന് ഒരു സമാധാനം കിട്ടാത്തതുകൊണ്ടാവും എന്നെയും കൊണ്ട് ഈ സമയത്ത് ക്ഷേത്രത്തിലേക്ക് വന്നത്. സാധാരണ മനസമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് സച്ചിൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതെന്ത് കാര്യത്തിനായിരുന്നാലും ഞാൻ കാരണമാവരുതേ. സച്ചേട്ടന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ മറച്ചു വെച്ചിരിക്കുന്ന പോലെ സച്ചേട്ടനിൽ നിന്നും അത് ഈശ്വരന് മറച്ചു പിടിക്കണം. ഒരിക്കലും അത് സച്ചേട്ടൻ്റെ കാതുകളിൽ എത്തരുത്. ഇതെന്റെ അപേക്ഷ.
ഒന്ന് നിൽക്കുക. കുട്ടികളില്ലാത്ത വിഷമം രണ്ടുപേരുടെയും മുഖത്ത് കാണാം. ശുഭസൂചനയാണ്. അധികം വൈകാതെ നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കും. നല്ലോണം ഈശ്വരനോട് പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മുടിനാരയ്ക്ക് രക്ഷപ്പെട്ട അർച്ചനയുടെ ദീർഘായുസിനെ കുറിച്ച് പറഞ്ഞവരാരും ഒരു കുഞ്ഞിനെ പെറ്റുപോറ്റാൻ അർച്ചനയ്ക്കാവില്ല എന്നുള്ള സത്യം അറിഞ്ഞിരുന്നില്ല. ഞാനൊരു സന്തോഷ വർത്തമാനം പറഞ്ഞിട്ടും നിങ്ങളുടെ മുഖമെന്താ വല്ലാതിരിക്കുന്നേ? വിശ്വാസമായില്ലാന്ന് തോന്നുന്നു. എന്നാൽ വിശ്വസിക്കണം, നിങ്ങൾ ഉടനെ ഒരു അച്ഛനും അമ്മയുമാകും. നിർത്തടോ. കുറെ നാളായി ഞങ്ങളെ ഓരോരുത്തർ പറ്റിക്കുന്നു. തന്നോട് ആരെങ്കിലും ചോദിച്ചോ ഇതൊക്കെ? നീ മിണ്ടായിരിക്കും അർച്ചന. ഇതിനു മുമ്പും ഇതുപോലെ ഒരാൾ നമ്മളോട് പറഞ്ഞില്ലേ ഇരട്ട കുട്ടികൾ ഉണ്ടാവുമെന്ന്? എന്നിട്ട് എന്തായി? ഇതൊക്കെ കാശിന് വേണ്ടിയുള്ള ഇവരുടെ ഓരോ പരിപാടികളാ. തനിക്ക് കാശ് വല്ലതും വേണമെങ്കിൽ അത് ഞാൻ ഫ്രീ ആയിട്ട് തരാം. അല്ലാതെ മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കരുത്. മോനെ, ഞാൻ താനേ ഒന്നും പറയണ്ട. അയാളുടെ ഒരു അമ്പലനടയായി പോയി. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ കള്ളത്തിനുള്ള മറുപടി ഞാൻ തന്നേനെ. മോനെ, ഞാൻ കൊച്ചുങ്ങളില്ലെങ്കിൽ വേണ്ടോ? തനിക്കെന്താ കുഴപ്പം? വിട് വന്നേ. വിടർച്ചന. ഇയാളോട് രണ്ട് വർത്താനം പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട. വാ. ഇന്നത്തോടെ നിർത്തിക്കോണം. എന്റെ കൺമുന്നിൽ ഇനി കണ്ട അന്നത്തോടെ തീരും തന്റെ ഉടായ്പ പ്രവചനം. ഭഗവാനെ, വിട്. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നത് മുഖതാവിൽ എനിക്ക് ഈശ്വരനായി തന്നെ കാണിച്ചു തന്നതല്ലേ? അതിൽ ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. അവരുടെ തെറ്റിദ്ധാരണ ഈശ്വരനായിട്ട് തന്നെ മാറ്റിക്കൊടുക്കണേ. എന്നിട്ട് എന്നോട് പറഞ്ഞതും ചെയ്തതുമായ എല്ലാ തെറ്റിനും ഈശ്വരൻ മാപ്പ് കൊടുക്കണേ. ഉണ്ടായ സന്താനഭാഗ്യത്തിന്റെ നന്ദി സൂചകമായി അവരെ രണ്ടുപേരെയും ഈ നടയിൽ ഈശ്വരൻ കൊണ്ടു നിർത്തുകയും വേണം. എന്റെ വാക്കും ഈശ്വരന്റെ തീരുമാനവും ഉടനെ അവരുടെ ജീവിതത്തിൽ നടപ്പാക്കി കൊടുക്കണേ ഭഗവാനെ. ഭഗവാനെ, ഈശ്വര. हमारी मदद करोगे? साल की सबसे बड़ी फिल्म टीवी पर पहली बार भीमा, शुक्रवार 13 सितंबर रात 8 बजे।